അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല വഹുവൽ അസീസുൽ ഗഫൂർ. അല്ലാഹു തആല മരണത്തെയും ജീവിതത്തെയും ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി അമൽ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. വളരെ സുപരിചിതമായ ആയതാണ്. അല്ലാഹു തആല ജീവിതവും മരണവും നിശ്ചയിച്ചിട്ടുള്ളത് നമ്മളെ പരീക്ഷിക്കാനാണ്. നമ്മളിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നതാരാണ്, ഏറ്റവും നന്നായി ഇബാദത്ത് ചെയ്യുന്നതാരാണ് എന്ന് പരീക്ഷിക്കാനാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാ പറഞ്ഞത് കാണാം. അല്ലാഹു തആല ഇവിടെ പറഞ്ഞത് അയ്യുക്കും അഹ്സനു അമല വലം യഖുൽ അക്സറു അമല. ധാരാളം അമലുകൾ ആരാണ് ചെയ്യുന്നത്, കൂടുതൽ ആരാണ് ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നല്ല അല്ലാഹ് പറഞ്ഞത്. മറിച്ച് ബൽ അഹ്സനു അമല, ഏറ്റവും നന്നായി അമൽ ചെയ്യുന്നത് ആരാണ് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞു. അപ്പോൾ ചെയ്യുന്ന ഇബാദത്തുകൾ ഏറ്റവും നന്നായി ചെയ്യുക, അതിനാണ് അല്ലാഹു തആല നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, യാ മുആദ് വല്ലാഹി ഇന്നി ല ഉഹിബ്ബുക്. മുആദ്, എനിക്ക് അല്ലാഹുവാണ് സത്യം, നിന്നെ ഇഷ്ടമാണ്, നിന്നെ എനിക്കിഷ്ടമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദിനോടുള്ള ഇഷ്ടം നേർക്ക് നേരെ പറയുകയും മുആദ് റളിയല്ലാഹു അൻഹു തിരിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും എനിക്ക് താങ്കളെയും ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹുവിനോട് പറഞ്ഞ പ്രധാനപ്പെട്ടൊരു വസിയ്യത്ത് നമ്മൾക്ക് വളരെ പരിചയമുള്ള ഒരു ഭാഗമാണ്. ഊസീക യാ മുആദ്, മുആദ്, നിനക്ക് ഞാനൊരു വസിയ്യത്ത് നൽകാം. ലാ തദഅന്ന ഫീ ദുബുരി കുല്ലി സ്വലാത്തിൻ അൻ തഖൂൽ അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹസ്നി ഇബാദതിക. നിസ്കാരത്തിൻ്റെ അവസാന ഭാഗത്ത് സലാം വീട്ടുന്നതിന് മുമ്പായി ഇനി പറയാൻ പോകുന്ന പ്രാർത്ഥന നീ പറയാതിരിക്കരുത്, നീ പ്രാർത്ഥിക്കണം, അത് ഉപേക്ഷിക്കരുത്. എന്താണ് പ്രാർത്ഥന? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക, അല്ലാഹുവേ നീ എന്നെ സഹായിക്കണമേ നിന്നെ സ്മരിക്കുന്ന വിഷയത്തിൽ, നിന്നെ ഓർക്കുന്ന വിഷയത്തിൽ. വശുക്രിക, നിനക്ക് നന്ദി കാണിക്കുന്ന വിഷയത്തിൽ അല്ലാഹു നിൻ്റെ സഹായം എനിക്ക് വേണം. വഹുസ്നി ഇബാദതിക, നന്നായി ഇബാദത്ത് ചെയ്യാൻ, ഇബാദത്ത് ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യാൻ അല്ലാഹുവേ നീ എന്നെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥന നീ ഉപേക്ഷ വരുത്തരുത് എന്ന് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചത് കാണാം. അപ്പോൾ ഇബാദത്തുകൾ ഏറ്റവും നന്നായി ചെയ്യുക, അതിന് അല്ലാഹുവിനോട് സഹായം ചോദിക്കുക എന്നൊക്കെയാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. ചെയ്യുന്ന ഇബാദത്ത് ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യുക എന്നുള്ളത് നമ്മൾ കൽപ്പിക്കപ്പെട്ട വിഷയമാണ്. അല്ലാഹുവിനത് ഏറ്റവും ഇഷ്ടമുള്ള കാര്യവുമാണ്. ഏറ്റവും നന്നായി ചെയ്യുക, ന്യൂനതകളില്ലാതെ കുറവുകളില്ലാതെ ഇബാദത്തുകൾ ചെയ്യുക എന്നുള്ളത് അല്ലാഹുവിന് ഇഷ്ടമാണ്. ഇബാദത്ത് എന്നല്ല, ഏതൊരു കാര്യവും ഏറ്റവും നല്ല രൂപത്തിൽ ഒരു പണി നമ്മളെ ഏൽപ്പിച്ചാൽ ആ പണി ഏറ്റവും നന്നായി ചെയ്യുക എന്നുള്ളത് അല്ലാഹുവിന് ഇഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, ഇന്നല്ലാഹ യുഹിബ്ബു ഇദാ അമില അഹദുക്കും അമലൻ അൻ യുത്ഖിനഹു.
അള്ളാഹുവിന് ഇഷ്ടമാണ് നിങ്ങളൊരു പണി ചെയ്യുമ്പോൾ അത് ഇത്ഖാനോടുകൂടി, ഇഹ്സാൻ, ഏറ്റവും നല്ല രൂപത്തിൽ, കുറവുകളില്ലാതെ, അന്യൂനമായി, ഏറ്റവും പെർഫെക്ഷനോടുകൂടി ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിന് ഇഷ്ടമാണ്. ഒരു കാര്യം ഏറ്റവും മിനിമം ലെവലിലും ചെയ്യാം, ഏറ്റവും നല്ല രൂപത്തിലും ചെയ്യാം. അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ് ഏറ്റവും നന്നായി അമൽ ചെയ്യുക എന്നുള്ളത്. അത് ഏതൊരു കർമ്മമാണെങ്കിലും, അത് ഇബാദത്താണെന്നല്ല, മറ്റു നമ്മളെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്വം, ഒരു പണി, നമ്മൾ ഭൗതികമായി ചെയ്യുന്ന ഒരു പ്രവർത്തനമാണെങ്കിലും ആമലൻ എന്ന വാക്ക് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, പറഞ്ഞിട്ടുണ്ട്. ആമലൻ നെക്കിറയാണ്. അതുകൊണ്ട് ഏതൊരു പണിയാണെങ്കിലും, നമ്മളിപ്പോൾ ജോലി ചെയ്യുന്ന ഒരു പണി, ജോലി എന്താണ്, ആ ജോലിയിൽ ഏറ്റവും വൃത്തിയിൽ, ഏറ്റവും നന്നായി അത് ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിന് ഇഷ്ടമാണ് എന്നാണ് ഈ ഹദീസ് പഠിക്കുന്നത്. ഇബാദത്ത് അത് എന്തായിരുന്നാലും ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യുക എന്നുള്ളത് ശുദ്ധ ഇസ്ലാം ഏറെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ചില സലഫുകൾ പറഞ്ഞത് കാണാം, ലാ യകുൻ ഹമ്മു അഹദിക്കും ഫീ കസറത്തിൽ അമൽ, ധാരാളം അമലുകൾ ചെയ്യുക എന്നതാകരുത് നിൻ്റെ താല്പര്യം. നീ പ്രാധാന്യം കൊടുക്കണം, ഒരുപാട് ചെയ്യുക എന്നുള്ളതല്ല. വലാകിൻ ലിയകുൻ ഹമ്മുഹു ഫീ ഇഹ്കാമിഹി വ തഹ്സീനി, മറിച്ച് അവൻ്റെ ഉദ്ദേശവും താല്പര്യവും എന്തിലായിരിക്കണം? ചെയ്യുന്ന പ്രവർത്തനം ഏറ്റവും നന്നായി ചെയ്യുക എന്നതായിരിക്കണം അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത. കൂടുതൽ ചെയ്യുക എന്നല്ല, ചെയ്യുന്നത് ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യുക എന്നുള്ളതായിരിക്കണം അവൻ ശ്രദ്ധിക്കേണ്ടത്. ഫൈൻ അഹദക്കും ഖദ് യുസല്ലി വഹുവ യഅസുല്ലാഹ ഫീ സ്വലാത്തി, ചില ആൾ നിസ്കരിക്കും, പക്ഷേ നിസ്കാരത്തിൽ തന്നെ ഒരുപാട് തെറ്റുകൾ ചെയ്യും. നിസ്കരിക്കുക എന്നുള്ള ഇബാദത്താണ് ചെയ്യുന്നത്, പക്ഷെ അവൻ ശരിയാവണ്ണം ചെയ്യാത്തത് കൊണ്ട് നിസ്കാരത്തിൽ തന്നെ അബദ്ധങ്ങൾ അവൻ ചെയ്യും. ഖദ് യസുമു വഹുവ യഅസുല്ലാഹ ഫീ സിയാമി, അവൻ നോമ്പെടുക്കുന്നില്ല, നോമ്പ് മഹത്തരമായ ഒരു ഇബാദത്താണ്, പക്ഷെ ആ നോമ്പെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ പല അള്ളാഹു വിലക്കിയ കാര്യങ്ങളും ചെയ്യുന്നു. അങ്ങനെയല്ല, നോമ്പെടുക്കുമ്പം അതിൻ്റെ നോമ്പായിട്ട് തന്നെ എടുക്കണം. നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരം ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യാൻ പരിശ്രമിക്കണം. അതായിരിക്കണം നമ്മൾ ചെയ്യുന്ന അമൽ ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മൾ ഓരോരുത്തരും പ്രാധാന്യം കൊടുക്കേണ്ട വിഷയം എന്നാണ് സലഫുകൾ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഇൻഷാ അള്ളാഹ് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ഇൻഷാ അള്ളാഹ് കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ ഏറ്റവും നല്ല രൂപത്തിലാക്കാൻ, ഏറ്റവും ഇഹ്സാനോടുകൂടി ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യാൻ, ഹുസ്നുൽ ഇബാദ നേരത്തെ പറഞ്ഞല്ലോ, അള്ളാഹു തആലയോട് നമ്മൾ എൻ്റെ ഇബാദത്ത്, എനിക്ക് ഏറ്റവും നല്ല രൂപത്തിൽ ഇബാദത്ത് ചെയ്യാൻ നീ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞല്ലോ. എങ്ങനെയാണ് ഒരു ഇബാദത്ത് ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യുക? അതിന് സഹായകമാകുന്ന ചില കാര്യങ്ങൾ. അത് ഒന്നാമത്തെ ഇഖ്ലാസാണ്. എത്രത്തോളം നമുക്ക് ഇഖ്ലാസ് ഉണ്ട് അതിനനുസരിച്ച് നമ്മുടെ അമൽ നന്നാകും. നമ്മുടെ ഇഖ്ലാസ് അതിനനുസരിച്ച് നമ്മുടെ അമൽ മെച്ചപ്പെടും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇഖ്ലാസ് തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന ഇബാദത്തിൽ എത്രത്തോളം ഇഖ്ലാസ് ഉണ്ടോ, അള്ളാഹ്ക്ക് വേണ്ടിയാണോ നമ്മൾ ചെയ്യുന്നത്, അതിനനുസരിച്ച് അത് നന്നാവും. ആ ഇഖ്ലാസിൻ്റെ തോതനുസരിച്ച് അതിൽ കൂടുതൽ അത് മെച്ചപ്പെടും. ധാരാളം ശ്രേഷ്ഠതകൾ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു തആല സ്വീകരിക്കണം. നമുക്കറിയാം, അള്ളാഹു തആല അമലുകൾ സ്വീകരിക്കണമെങ്കിൽ അതിൽ ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുന്ന അമലെ അള്ളാഹു സ്വീകരിക്കും. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, നമ്മൾ കൽപ്പിക്കപ്പെട്ടിട്ടുള്ള വിഷയം അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യുക, അള്ളാഹ്ക്ക് വേണ്ടി മാത്രം അമൽ ചെയ്യുക എന്നതിനാണ് അടിമകൾ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മൾ ചെയ്യുന്ന ഓരോ ഇബാദത്തും അള്ളാഹ്ക്ക് വേണ്ടിയായിരിക്കണം. അത് മാത്രമേ ഉപകാരപ്പെടൂ. ശൈഖുൽ ഇസ്ലാം തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ, മാ ലാ യകൂനു ലില്ലാഹി ലാ യൻഫഅ വലാ യദൂം, അള്ളാഹ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം മാത്രമേ അത് ഉപകാരപ്പെടൂ, നിലനിൽക്കൂ. അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ല എങ്കിൽ അത് ഉപകാരമുണ്ടാവുകയില്ല, അത് നിലനിൽക്കുകയില്ല. അപ്പോൾ നിലനിൽക്കണമെങ്കിൽ, നമുക്കതുകൊണ്ട് പ്രയോജനം ഉണ്ടാകണമെങ്കിൽ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാകണം നമ്മൾ ഇബാദത്ത്. അപ്പോൾ ഇഖ്ലാസ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഇഖ്ലാസിനെ വർദ്ധിപ്പിക്കാൻ, അതിനെ നിലനിർത്താൻ, അതിന് ഭംഗം വരുത്തുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമുക്ക് പറ്റണം. റിയാ അതിനെ തകർത്ത് കളയുന്നതാണ്.
അതേപോലെ തന്നെ പലതും ഉണ്ട് നമ്മുടെ നീയത്തിനെ ബാധിക്കുന്ന. നീയത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിൽ നീയത്തുണ്ട്. നീയത്തു അൽ അമൽ, മറ്റൊന്ന് നീയത്തുൽ മഅമൂലി ലഹു. നീയത്തുൽ അമൽ എന്ന് പറഞ്ഞാൽ അത് നമ്മളൊരു അമൽ ചെയ്യുമ്പോൾ ആ പ്രവർത്തനം എന്താണ് എന്ന് നമ്മൾ മനസ്സിൽ കരുതുന്നതിനാണ് നീയത്തുൽ അമൽ എന്ന് പറയാം. നമ്മൾ നിസ്കരിക്കുമ്പോൾ നിസ്കരിക്കുമ്പോൾ അസറാണ് നിസ്കരിക്കുന്നത്, ഫർദാണ് നിസ്കരിക്കുന്നത്, ചിന്തിക്കുക. അതാണ് നീയത്ത്. നമ്മൾ സാധാരണ ഒരു കർമ്മത്തിന് നീയത്ത് ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ വരുന്ന നീയത്താണ് നീയത്തു അൽ അമൽ, നീയത്തു തഅയ്യിൻ എന്നൊക്കെ പറയും. രണ്ടാമത് നീയത്തുൽ മഅമൂലി ലഹു അല്ലെങ്കിൽ നീയത്തുൽ തഖർറുബ് എന്ന് പറയും. നീയത്തുൽ തഖർറുബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ കർമ്മം ചെയ്യുമ്പോഴും ഇതിന് അള്ളാഹു എനിക്ക് പ്രതിഫലം നൽകണം, അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്ന് ചിന്തിക്കണം. അപ്പോൾ രണ്ട് നീയത്തുണ്ട്. ഒന്ന് നീയത്തു അൽ അമൽ, നമ്മൾ ചെയ്യുന്ന അമൽ എന്താണെന്ന് മനസ്സിൽ കരുതുക. മറ്റൊന്ന് നീയത്തു അൽ മഅമൂലി ലഹു, ആർക്ക് വേണ്ടിയാണ് നമ്മൾ അമൽ ചെയ്യുന്നത്, അവനിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ച് അവന് വേണ്ടിയാക്കുക. അതാണ് ഇഖ്ലാസ്. നീയത്തുൽ മഅമൂലി ലഹു എന്ന് പറയുന്നത് എന്ത്? ഇഖ്ലാസ്. നമ്മൾ ഏത് കർമ്മത്തിൻ്റെയും കൂടെ ഏതാണ് ആ കർമ്മം ചെയ്യുന്നത് നമ്മൾ മനസ്സിൽ കരുതുന്നതോടൊപ്പം തന്നെ അള്ളാഹു എനിക്ക് കൂലി തരണം, അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് കരുതണം. ഇതാണ് അൽ ഇഖ്ലാസ് എന്ന് പറയുന്നത്. ഇത് എത്രത്തോളം നമ്മുടെ അമലിലുണ്ടോ അതിനനുസരിച്ച് ഇബാദത്ത് നന്നാക്കും. അതിന് സഹായകമാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഇഖ്ലാസിനെ സഹായിക്കുന്ന, ഇഖ്ലാസിനെ ശക്തിപ്പെടുത്തുന്ന, അതിന് ഉറപ്പുവരുത്തുന്ന ഒരുപാട് കാര്യം. അതിൽ പ്രധാനപ്പെട്ടതാണ് എന്ത്? നമ്മൾ രഹസ്യമായി അമലുകൾ ചെയ്യുക. രഹസ്യമായി അമലുകൾ ചെയ്യുക. ഒരാൾക്ക് രഹസ്യമായ ജീവിതത്തിൽ അമലുകൾ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ അവന് ഇഖ്ലാസ് ഉണ്ടെന്ന് തെളിവാണ്. ഇഖ്ലാസുള്ള ആളുകൾക്ക് രഹസ്യ ജീവിതത്തിൽ ആരും കാണാത്ത സന്ദർഭത്തിൽ നന്മകൾ ചെയ്യാനും തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാനും സാധിക്കും. ഇബാദത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, രണ്ട് തരം ഇബാദത്തുണ്ട്. എന്തൊക്കെയാണ്? ഇബാദത്തുൻ അമലീയ, ചെയ്യണമെന്ന് കൽപ്പിച്ച നമ്മോട് കൽപ്പന വന്നിട്ടുള്ള ഇബാദത്ത്. ഏതൊക്കെ? നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇതൊക്കെ എന്താണ്? ചെയ്യണമെന്ന് പറഞ്ഞ ഇബാദത്തുകളാണ്. അതിനാണ് ഇബാദത്തുൻ അമലീയ എന്ന് പറയുക. ഇബാദത്തുൻ അമലീയ. മറ്റൊന്ന് ഇബാദത്തുൻ തർക്കീയ. ഇബാദത്തുൻ തർക്കീയ എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹു തആല ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കലും എന്താണ്? ഇബാദത്താണ്. ഒരു തിന്മ ചെയ്യാനുള്ള അവസരം ഉണ്ടായി, അതിൽ നിന്ന് വിട്ടുനിൽക്കൽ എന്താണ്? ഇബാദത്താണ്. അതിനെന്താ പറയുക? ഇബാദത്തുൻ തർക്കീയ. അപ്പോൾ ഇബാദത്തുൻ ഫിഅലിയ, ഇബാദത്തുൻ അമലി അതാകട്ടെ, ഇബാദത്തുൻ തർക്കി അതാകട്ടെ, ഇതെല്ലാം ഇബാദത്താണ്. അപ്പോൾ അവിടെ രഹസ്യ ജീവിതത്തിൽ ഈ പറഞ്ഞ രണ്ട് ഇബാദത്തുകൾ ചെയ്യാനും, അഥവാ ഇബാദത്തുൻ ഫിഅലിയ, അഥവാ അള്ളാഹു ചെയ്യണം എന്ന് പഠിപ്പിച്ച ഇബാദത്തുകൾ ചെയ്യാനും, ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന തിന്മകൾ അതിൽ നിന്ന് വിട്ടുനിൽക്കാനും സഹായകമാകുന്ന കാര്യമാണ് രഹസ്യ ജീവിതത്തിൽ ചെയ്യുക എന്നുള്ളത്. രഹസ്യ ജീവിതത്തിൽ നമുക്ക് നന്മ വർദ്ധിപ്പിക്കാൻ പറ്റുന്നുണ്ടോ, തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ പറ്റുന്നുണ്ടോ? അത് ഇഖ്ലാസിനുള്ള തെളിവാണ്. ഇഖ്ലാസുള്ള ആളുകൾക്ക് അത് സാധിക്കും. അപ്പോൾ നമ്മുടെ അമൽ അത് നന്നാകണമെങ്കിൽ അതിന് ഏറ്റവും സഹായകമാകുന്ന കാര്യം അതേതാണ്? അൽ ഇഖ്ലാസ്. അത് എത്രത്തോളം വർദ്ധിപ്പിക്കാം, എത്രത്തോളം കൂടുതലുണ്ടോ? ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. അല്ലാഹു തആല അമലുകൾ സ്വീകരിക്കുക നിയ്യത്തിനനുസരിച്ച് മാത്രമാണ്. ഒരുത്തൻ അമൽ ചെയ്യുമ്പോൾ മറ്റെന്തെങ്കിലും ലക്ഷ്യത്തിലാണ് അമൽ ചെയ്തതെങ്കിൽ മൻ അമില അമലൻ അശ്റക ഫീഹി മഇയ ഗൈരി തറക്തുഹു വശിർക്കഹു. ഒരാൾ അമൽ ചെയ്യുമ്പോൾ എന്നെ ലക്ഷ്യം വെക്കുന്നതിൻ്റെ പുറമെ മറ്റെന്തെങ്കിലും ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ അവനെയും അവൻ്റെ അമലിനെയും അവൻ്റെ ഷിർക്കിനെയും ഞാൻ എന്ത് ചെയ്യും? ഉപേക്ഷിക്കും, തള്ളിക്കളയുമെന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന അമലുകൾ അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. നമ്മളെ നിയ്യത്തിനെ ബാധിക്കുന്ന, ഇഖ്ലാസിനെ ബാധിക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം പാടെ ഉപേക്ഷിക്കുക. നമ്മൾ ചെയ്യുന്ന ഓരോ അമലും അള്ളാഹ്ക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ ഇരുത്തം ഇബാദത്താകണമെങ്കിൽ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാകണം. അള്ളാഹ് എനിക്ക് തരണം, ഞാനിവിടെ വന്നിരുന്ന് അള്ളാഹുവിൻ്റെ ദീൻ കുറച്ച് സമയം കേട്ടാൽ എനിക്ക് കൂലി തരണം, അള്ളാഹ്ക്ക് വേണ്ടിയാണ് ഞാൻ വരുന്നത് എന്ന് മനസ്സിൽ കരുതിയാണ് നമ്മൾ വന്നതെങ്കിൽ അത് ഇഖ്ലാസുള്ള പ്രവർത്തനമാണ്. അപ്പോൾ അവന് ഈ ഒരു ചിന്താഗതി അവൻ്റെ ഓരോ കർമ്മത്തിലും എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ച് അവൻ്റെ ഇബാദത്ത് അവൻ നന്നാക്കിയിരിക്കും. സലഫുകൾ അവരുടെ ജീവിതത്തിൽ ഇഖ്ലാസിനെ അതിന് ഭംഗം വരുത്തുന്ന എല്ലാ കാര്യത്തിലും നിന്ന് വിട്ടുനിന്നിരുന്നു. അവർക്ക് പേടിയായിരുന്നു.
അതുകൊണ്ട് തന്നെ അവരുടെ അമലുകൾ അധികവും രഹസ്യമായിരുന്നു. റബീ ഇബ്നു ഖുസൈം റഹിമഹുല്ലാഹ് താബിഈയാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് കാണാം, കാന അമലു റബീഇ കുല്ലുഹു സിർറ. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും രഹസ്യമായിരുന്നു, രഹസ്യമായിട്ട് ചെയ്യുക. അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടിമസ്ത്രീ പറയുന്നുണ്ട്, ആരെങ്കിലും സദസ്സിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വന്നാൽ ഖുർആൻ ഓതാണെങ്കിൽ അദ്ദേഹം ആ മുസ്ഹഫ് അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിലേക്ക് പൂഴ്ത്തി വെക്കും, എന്ന് പറഞ്ഞാൽ കാണരുത് എന്ന നിലയ്ക്ക്. അബൂ ഹാത്തിം റഹിമഹുല്ലാഹ് പറഞ്ഞു, ഉക്തും ഹസനാതി കമാ തക്തും സയ്യിആതി. നിൻ്റെ നന്മകൾ മറച്ചു വെക്കുക, തിന്മകൾ മറച്ചു വെക്കുന്നത് പോലെ, ആരും കാണരുത്, അറിയരുത് എന്ന ചിന്ത. അതേപോലെ തന്നെ ഇഖ്ലാസിനെ ബാധിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അവർ വിട്ടുനിൽക്കും. അയ്യൂബ് സഖ്തിയാനി റഹിമഹുല്ലാഹ് അദ്ദേഹം ഹദീസ് പറയുമ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിന് കരച്ചിൽ വരും. അയ്യൂബ് സഖ്തിയാനി താബിഈയാണ്. അദ്ദേഹത്തിന് ഹദീസ് പറയുമ്പോൾ ചിലപ്പോൾ കരച്ചിൽ വരും. അപ്പോൾ കരച്ചിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് അദ്ദേഹം നല്ല ചഖ്വകളാണ്, സൂക്ഷ്മതയുള്ള ആളാണെന്ന് തോന്നാൻ സാധ്യതയുള്ളതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യും, മ അശദ്ദ സുഖാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ചുമ ബാധിച്ചതാണ്, തുമ്മിയതാണെന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ എന്ത് ചെയ്യും, അദ്ദേഹത്തിൻ്റെ കരച്ചിലിനെ മാറ്റി. എന്ന് പറഞ്ഞാൽ ആളുകൾ അത് തെറ്റിദ്ധരിക്കരുത് എന്ന നിലയ്ക്ക്. അപ്പോൾ അങ്ങനെയായിരുന്നു സലഫുകൾ. എത്രയോ സലഫുകളെക്കുറിച്ച് ധാരാളമായി വന്നിട്ടുണ്ട്. മുഹമ്മദ് ബിൻ വാസി റഹിമഹുല്ലാഹ് പറയാൻ, അദ്റക്തു റിജാലൻ, ഞാൻ ചില ആളുകളെ കണ്ടിട്ടുണ്ട്. മുഹമ്മദ് ബിൻ വാസി അദ്ദേഹം താബിഈൻ. كان الرجل يكون رأسه مع رأس امرأته على وسادة واحدة. അദ്ദേഹം ചില ആളുകൾ അവരുടെ ഭാര്യമാരെ കൂടെ ഒന്നിച്ച് കിടക്കും, ഒറ്റ തലയിണലായിരിക്കും അവർ കിടക്കുന്നുണ്ടാവുക. قد بل ما تحت خده من دموعه. പക്ഷേ അള്ളാഹുവിനെ ഓർത്ത് അവർ കരയുന്നുണ്ടാകും. പക്ഷേ ലാ തശ്ഉറു ബിഹി ഇംറഅതുഹു, പക്ഷെ ഭാര്യ അറിയില്ല. ഭാര്യ അറിയാതെ അള്ളാഹുവിനെ ഓർത്ത് കരയുന്ന, അത്രയും ഏത് രഹസ്യം, ഒരുവിധ രഹസ്യങ്ങളൊക്കെ നമ്മളെ രഹസ്യം അറിയുന്ന ആളായിരിക്കും ഭാര്യ. അവർ പോലും അറിയാതെ നന്മകൾ ചെയ്തിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. വലഖദ് അദ്റക്തു റിജാലൻ യഖൂമു അഹദുഹും ഫി സ്സഫ്. ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, അവർ സഫിൽ വന്ന് നിസ്കരിക്കും. ഫതസീലു ദുമൂഉഹു അലാ ഖദ്ദിഹി ലാ യശ്ഉറു ബിഹി അല്ലദീ ഇലാ ജാനിബിഹി. അതായത് തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് തിരിയാത്ത വിധം അവരുടെ കണ്ണിൽ നിന്ന് വെള്ളം, ഖുർആൻ്റെ പാരായണം നിസ്കാരത്തിൽ ഖുശൂ കൊണ്ട് കണ്ണുനീർ ഒഴുകുന്നുണ്ടാകും. പക്ഷേ തൊട്ടടുത്ത പോലും ആളുകൾ പോലും മനസ്സിലാകാത്ത വിധം അത് മറച്ചു പിടിക്കുമായിരുന്നു. എന്നാൽ ഇഖ്ലാസ് അതിന് ഭംഗം വരുത്തുന്ന ഒരു മനസ്സിനെ, നിയ്യത്തിനെ ബാധിക്കുമോ എന്നുള്ള പേടി കൊണ്ട് അവരതൊക്കെ ശ്രദ്ധിച്ചിരുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പോൾ നമ്മുടെ ഇബാദത്ത് നന്നാക്കാൻ സഹായകമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്ത്, ഇഖ്ലാസ് എന്നുള്ളത്. നേരത്തെ പറഞ്ഞ ആയത്തിന് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഇതിന് ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ വിശദീകരിച്ചത് എങ്ങനെയാണ്, ഐ അഖ്ലസുഹു അസ്വബുഹു. അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അഖ്ലസായ, ഏറ്റവും അസ്വബായ അമലാണ്. ആരാണ് ഏറ്റവും അഖ്ലസായ, ഏറ്റവും അസ്വബായ അമൽ ആരാണ് ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാനാണ് അള്ളാഹു മരണ ജീവിതത്തെ നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ ചോദിച്ചു, യാ അബ അലി വമ അഖ്ലസുഹു വമ അസ്വബുഹു, എന്താണ് അഖ്ലസുൽ അമൽ, അസ്വബുൽ അമൽ എന്നൊക്കെ പറഞ്ഞാൽ? അപ്പം അദ്ദേഹം മറുപടി പറഞ്ഞു, ഇന്നൽ അമല ഇദാ കാന ഖാലിസൻ വലം യകുൻ സവാബൻ ലം യുഖ്ബൽ وإذا كان صوابا ولم يكن خالصا لم يقبل حتى يكون خالصا صوابا. ഒരു അമൽ ഖാലിസായ പ്രവർത്തനമാണ്, സവാബല്ല, അല്ലെങ്കിൽ സവാബാണ് ഖാലിസല്ല, എങ്കിൽ അത് സ്വീകരിക്കൂല. ഒരു അമൽ സ്വീകരിക്കണമെങ്കിൽ അത് ഖാലിസായ അമലാകണം, സവാബായ അമലാകണം. എന്താണ് ഖാലിസായ അമൽ എന്ന് പറഞ്ഞാൽ? വൽ ഖാലിസു മാ കാന ലില്ലാഹ്, അള്ളാഹ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിനാണ് ഖാലിസായ അമൽ എന്ന് പറയുക. വസ്സവാബു മാ കാന അല സുന്ന, സവാബായ അമൽ എന്ന് പറഞ്ഞാൽ സുന്നത്ത് അനുസരിച്ചുള്ള അമൽ. അപ്പോൾ അമൽ അള്ളാഹു തആല
അഹ്സനു അമൽ എന്ന് പറയണമെങ്കിൽ ഇഖ്ലാസുള്ള അമലായിരിക്കണം, അതേപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ അമലായിരിക്കണം. അപ്പോഴാണ് ഒരു അമൽ അഹ്സനു അമൽ എന്ന് പറയുള്ളൂ. ഈ അഹ്സനു അമൽ ഏറ്റവും നല്ല രൂപത്തിൽ അമൽ ചെയ്യുന്നയാൾ, അഥവാ ഇഖ്ലാസോടുകൂടി ഇത്തിബാഓടുകൂടി അമൽ ചെയ്യുന്നത് ആരാണ് എന്ന് പരീക്ഷിക്കാനാണ് അള്ളാഹു ജീവിത മരണത്തെ നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പം അഖ്ലസുൽ അമൽ, ഇതാണ് നമ്മൾ ആദ്യത്തെ ഭാഗം. അള്ളാഹ്ക്ക് വേണ്ടിയിട്ടുള്ള നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനവും അള്ളാഹ്ക്ക് വേണ്ടിയിട്ടുള്ളതാണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിച്ചാൽ അതിന് ആ പ്രവർത്തനത്തിൽ ആ പ്രവർത്തനം ഏറ്റവും നല്ലതായിരിക്കും. രണ്ടാമത്തെ കാര്യം, അമലുകൾ നന്നാക്കാൻ സഹായകമാകുന്ന രണ്ടാമത്തെ കാരണം അൽ മുതാബഅതു ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ചെയ്യുന്ന അമലുകൾ എത്രത്തോളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് യോജിക്കുന്നുണ്ടോ അതിനനുസരിച്ചായിരിക്കും ആ അമൽ ഏറ്റവും നന്നാവുക, ആ ഇബാദത്ത് നന്നാവുക. ഇഖ്ലാസ് ഉണ്ട്, ഇത്തിബാ ഇല്ലെങ്കിൽ ആ അമൽ ഏറ്റവും നല്ല അമലാണെന്ന് പറയാൻ പറ്റൂല. എത്രത്തോളം മുതാബഅത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചായിരിക്കും ആ അമൽ നന്നാവുക. അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അമലായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. ഇനി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അമൽ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത രൂപത്തിൽ എത്രത്തോളം ചെയ്യാൻ സാധിക്കുന്നുണ്ടോ അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ നന്മയുണ്ടാവുക. ഇപ്പം നോക്ക്, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. നിസ്കാരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. ഈ പറഞ്ഞതുപോലെ റസൂലിൻ്റെ ശരീരത്തിൽപ്പെട്ടതാണ് നമ്മൾ നിസ്കരിക്കുന്ന ഫർദായ നിസ്കാരം, സുന്നത്തായ നിസ്കാരങ്ങളൊക്കെ. ഇനി ആ നിസ്കാരം തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്നത് പോലെ എത്രത്തോളം നമ്മൾക്ക് നിസ്കരിക്കാൻ പറ്റും അതിനനുസരിച്ച് അത് നല്ലതാകും. നിസ്കാരത്തിൽ എന്ന് മാത്രമല്ല മറ്റു ഇബാദത്തിലൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ചെയ്തു, എങ്ങനെ പ്രവർത്തിച്ചു എന്നതിനനുസരിച്ചായിരിക്കും ആ അമൽ ഏറ്റവും നല്ല രൂപത്തിലാവുക. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ വമാ ആതാകുമുർ റസൂലു ഫഖുദു വമാ നഹാകും അൻഹു ഫൻതഹു. അല്ലാഹുവിൻ്റെ റസൂൽ കൊണ്ടുവന്ന് നിങ്ങൾ സ്വീകരിക്കുക, റസൂലുള്ളാഹ് വിലക്കിയ നിങ്ങൾ വെടിയുക. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അല്ലാഹുവിൻ്റെ റസൂലിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്ന ഇബാദത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതുപോലെ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. നിസ്കാരമാണെങ്കിൽ റസൂൽ അങ്ങനെ നിസ്കരിച്ചു, അതിൻ്റെ അളവിലും തൂക്കത്തിലൊക്കെ അങ്ങനെ തന്നെ. ഇപ്പോൾ നോക്ക്, ചില നിസ്കാരം റസൂലുള്ള ചുരുക്കിയിട്ട് നിസ്കരിച്ചിട്ടുണ്ടാകാം. അപ്പോൾ ആ നിസ്കാരം നിർവഹിക്കുമ്പോൾ അത് ചുരുക്കി നിസ്കരിക്കലായിരിക്കും ആ ഇബാദത്ത് നന്നാകാൻ നല്ലത്. ഇപ്പോൾ നോക്ക്, അതിൽ പെട്ടതാണ് സുബഹിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ചിട്ടുണ്ട്. ആ നിസ്കാരത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഒരുപാട് ശ്രേഷ്ഠത ഉണ്ട്. പ്രധാനപ്പെട്ട ശ്രേഷ്ഠത എന്താണ്? റക്അത്ത് അൽ ഫജ്രി ഖൈറും മിനദ് ദുനിയ വമാ ഫീഹ. ഈ ദുനിയാവിൽ എന്തെല്ലാം സൗകര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടോ, ഈ ദുനിയാവിൽ എന്തെല്ലാം നമ്മളെ കണ്ണഞ്ചിപ്പിക്കുന്ന അത്ഭുതപ്പെടുന്ന എന്തൊക്കെയുണ്ട്, ലോകത്തുള്ള സുഖാനുഭൂതികൾ, ആഡംബരങ്ങൾ എന്തെല്ലാം ഉണ്ട്, അതിനേക്കാളൊക്കെ ഖൈറാണ് ഈ 2 റക്അത്ത് നിസ്കാരം. ഇവിടെയുള്ള കൊട്ടാര സമാനമായ ബിൽഡിങ്ങുകൾ, പൂന്തോട്ടങ്ങൾ എന്തെല്ലാം ഉണ്ടോ, ഈ ദുനിയാവിൽ എന്തെല്ലാം ഉണ്ടോ അതിനേക്കാൾ ഖൈറാണെന്ത്? സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത്. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്തിന് അത്ര ശ്രേഷ്ഠത ഉണ്ടെങ്കിൽ ആ ഫജ്റിന് എത്ര ശ്രേഷ്ഠത ഉണ്ടാകും? ദുനിയാവ് വളരെ നിസ്സാരമാണ് എന്ന് തെളിയിക്കുന്ന ഹദീസാണിത്. ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ സുബഹിൻ്റെ മുമ്പുള്ള 2 റക്അത്തിന് ഓളം വരൂല. അത്രയും പ്രധാനപ്പെട്ടൊരു സുന്നത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ പോലും ഉപേക്ഷിക്കാത്ത, യാത്രയിൽ നമുക്ക് ശറഅാക്കപ്പെട്ടുള്ള റവാത്തിബ് സുന്നത്താണെന്ത്? സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത്. ഈ 2 റക്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നിർവഹിച്ചത്? ഇപ്പോൾ നോക്ക്, നമ്മൾ നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത പറഞ്ഞു, റക്അത്ത് അൽ ഫജ്രി ഖൈറും മിനദ് ദുനിയ വമാ ഫീഹ.
ഈ ദുനിയാവിനേക്കാൾ ഖൈറായ 2 നിസ്കാരമാണ്, 2 റക്അത്ത് നിസ്കാരമാണ് എന്ന് കരുതി ഒരുത്തൻ ഒരുപാട് സമയം അത് നിസ്കരിച്ചു. 20 മിനിറ്റ് 25 മിനിറ്റ് ദീർഘമായി ആ 2 റക്അത്ത് നിസ്കരിച്ചാൽ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ 2 റക്അത്ത് നിസ്കരിച്ചത്? ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യുഖഫിഫു റക്അതൈനി അല്ലതൈനി ഖബ്ല സ്വലാത്തി സുബ്ഹ്. സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുരുക്കിയാണ് നിസ്കരിച്ചിരുന്നത്. ഹത്ത ഇന്നി ലഅഖൂൽ അൽ ഖറഅ ബി ഉമ്മിൽ കിതാബ്. എത്രത്തോളം റസൂലിന് ഫാത്തിഹ പോലും ഓതിയിട്ടില്ലേ എന്ന് ഞാൻ സംശയിച്ചു എന്നാണ്. അത്രയും ചുരുക്കിയിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ 2 റക്അത്ത് നിസ്കരിച്ചത് അല്ലേ. സൂറത്തു അൽ കാഫിറൂൻ, സൂറത്തുൽ ഇഖ്ലാസ് ഓതിയിട്ടാണ് എന്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ റക്അത്ത് ആ 2 റക്അത്ത് നിസ്കരിക്കാറുള്ളത്. ചില സന്ദർഭം സൂറത്തുൽ ബഖറയിലും സൂറത്ത് ആൽ ഇമ്രാനിലെയും സൂറത്തുൽ ബഖറയിലെ 136-ാമത്തെ ആയത്ത്, ആൽ ഇമ്രാനിലെ 64-ാമത്തെ ആയത്ത് ഓതിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാറുണ്ട്. അലാക്കുൽ എന്തായിരുന്നാലും ചുരുക്കിയിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാറുള്ളത്. അപ്പോൾ ഈ അമൽ നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും നല്ല രൂപത്തിൽ ആ അമൽ ചെയ്യുക എങ്ങനെ? ചുരുക്കി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതെങ്ങനെ നിർവഹിച്ചു? ചുരുക്കിയാണ് നിസ്കരിച്ചത്. അപ്പോൾ ആ അമൽ ഏറ്റവും നന്നാകണമെങ്കിൽ എന്താ വേണ്ടത്? ചുരുക്കി നിസ്കരിക്കേണ്ടത്. നമ്മളെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ ഒരാൾ 20 മിനിറ്റ് ഖുശൂഅോടുകൂടി ഒരുപാട് സമയം നിസ്കരിച്ചാൽ അതാണോ ഖൈർ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 2 റക്അത്ത് ചുരുക്കിയാണ് നിസ്കരിച്ചത്, അതുകൊണ്ട് ഞാൻ ചുരുക്കി നിസ്കരിക്കുന്നു. അപ്പോഴാണ് എന്ത്? മുതാബഅത്തുൻ നബി, റസൂലിനോടുള്ള മുതാബഅ പരിപൂർണമാകുന്നത്. ഒരാൾ 20 മിനിറ്റ് നിസ്കരിച്ചാൽ തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? തെറ്റെന്ന് പറയാൻ പറ്റുമോ? പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചതിൻ്റെ ആ രൂപം അതിലൂടെ അത് വരുന്നത് എപ്പോഴാണ്? ചുരുക്കി നിസ്കരിക്കുമ്പോൾ. അതാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞത്, സുന്നത്തുൽ ഫജ്രി അസ്സുന്നതു ഫീഹാ അത്തഖ്ഫീഫ്. ഫജ്റിന് മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ അതൊരു സുന്നത്തായിട്ടുള്ള കാര്യം അത് ചുരുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ അമൽ ഏറ്റവും നന്നാകണമെങ്കിൽ എന്ത് വേണം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അത് എല്ലാ നിസ്കാരമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘിപ്പിച്ച് നിസ്കരിച്ച സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്, അവിടെ അത് അങ്ങനെ നിസ്കരിക്കലാണ് കൂടുതൽ ഖൈർ. ഇവിടെ എങ്ങനെയാണ്? അത് ചുരുക്കി നിസ്കരിക്കലാണ്. അപ്പോൾ മുതാബഅത്തുൻ നബി, ഒരു അമൽ ഏറ്റവും ഒരു ഇബാദത്ത് ഏറ്റവും നന്നായി ചെയ്യാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാരണമാണെന്ത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂൽ അതെങ്ങനെ ചെയ്തു അതുപോലെ നിർവഹിക്കാൻ പരിശ്രമിക്കുക, എന്നുള്ളത്. അപ്പോൾ 2 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് അൽ ഇഖ്ലാസ്, മറ്റൊന്ന് അൽ ഇത്തിബാ. അപ്പോൾ എങ്ങനെ എന്നുള്ളത് പ്രധാനമാണ്. ഇഖ്ലാസ് ഉണ്ടെന്ന് കരുതിയിട്ട് തോന്നിയതുപോലെ ചെയ്താൽ അത് ഏറ്റവും നല്ല അമലാവുകയില്ല. ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് പറഞ്ഞത് കാണാം, ലൈസത്തിൽ ഇബ്റതു ബികസ്റത്തിൽ അമൽ വലാ ബികസ്റത്തി അൽ ബുകാ. ഒരുപാട് അമൽ ചെയ്യുക എന്നുള്ളതല്ല കാര്യം, അല്ലെങ്കിൽ ഒരുപാട് കരയുക എന്നുള്ളതൊന്നുമല്ല കാര്യം. ചില ഇബാദത്തുകളൊക്കെ കരഞ്ഞിട്ട് ചെയ്യും. ചില ആളുകൾ ചില ബിദ്അത്തുകളൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഖുശൂആയിരിക്കും. സുബ്ഹാനല്ലാഹ്, നമ്മൾ വിലക്കപ്പെട്ട ചില കാര്യങ്ങൾ കരഞ്ഞിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഭയങ്കരമായിട്ട് കരഞ്ഞ് ചെയ്യണ ബിദ്അത്താണ്. പക്ഷെ അതല്ല കാര്യം. وإنما العبرة في الطريق الذي عليه الإنسان. അയാൾ ഏത് വഴിയിലാണോ അതാണ് കാര്യം. ചില ആൾക്കാരെ കരച്ചിലും നിസ്കാരത്തിലുള്ള പ്രത്യക്ഷത്തിലുള്ള ഖുശൂഅ കണ്ടാൽ നമ്മൾ പക്ഷെ അവർ ചെയ്യണത് ചില ബിദ്അത്തായ നിസ്കാരമായിരിക്കും, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളായിരിക്കും. അതല്ല കാര്യം. കാര്യം എന്താണ്? നമ്മൾ സ്വീകരിച്ച വഴി അത് റസൂലിൻ്റെ വഴിയാണോ എന്ന് ഉറപ്പുവരുത്തുക. അല്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോകും. തയ്യം. മൂന്നാമത്തെ കാര്യം, നമ്മൾ ചെയ്യുന്ന ഇബാദത്തിൻ്റെ കൂടെ ഖൗഫും റജാഉം അതെത്രത്തോളം ഉണ്ട് അതിനനുസരിച്ച് ആ ഇബാദത്ത് നന്നാകും. പേടിയോടുകൂടി പ്രതീക്ഷയോടുകൂടി
ചെയ്യുക എന്നുള്ളത്. അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നമുക്ക് പ്രതീക്ഷ ഉണ്ടാകണം. അള്ളാഹു എനിക്കത് കൂലി തരും, അള്ളാഹു സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിൽ അമൽ ചെയ്യണം. നമുക്കറിയാം ഇബാദത്തിൻ്റെ 3 റുക്നുകളാണ്. ഒന്ന് അൽ മഹബ്ബ, അള്ളാഹുവിനോടുള്ള ഇഷ്ടം. മറ്റൊന്ന് ഖൗഫാണ്, അള്ളാഹുവിനോടുള്ള ഭയം. റജ, പ്രതീക്ഷയാണ്. ഇത് 3ആണ് ശരിക്കും ഇബാദത്തിൻ്റെ റുക്ൻ. അള്ളാഹുവിനോടുള്ള ഇഷ്ടം ഉണ്ടാകണം, പേടി ഉണ്ടാകണം, പ്രതീക്ഷ ഉണ്ടാകണം. ഇതെത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് നമ്മുടെ ഇബാദത്ത് ശരിയാകും, കൂടുതൽ ശരിയാകും. നോക്ക്, അല്ലാഹു തആല സൂറത്തു അൽ മുഅ്മിനൂൻ അതിൻ്റെ 60 പറഞ്ഞു, വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. എന്താ അർത്ഥം? ധാരാളം കേൾക്കുന്ന ആയത്താണ്. അവർ അള്ളാഹുവിൻ്റെ സത്യസന്ധരായ അടിമകൾ അവർ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യും. പക്ഷെ അവരുടെ കർമ്മം ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവരുടെ ഹൃദയത്തിന് പേടിയുണ്ടാകും. റബ്ബിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ്. എന്തിനാണ് അവർ പേടിക്കുന്നത്? അല്ലേ? വളരെ സുപരിചിതമായ സംഭവമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ റസൂലിനോട് സംശയം ചോദിക്കുന്നു. എന്താണ് സൽക്കർമ്മം ചെയ്യുമ്പോൾ എന്തിനാ പേടി? നിസ്കരിക്കുമ്പോൾ പേടി, പ്രതീക്ഷയും പേടിയുണ്ടാകണം. പേടി എന്തിനാ? ആയിഷ റളിയല്ലാഹു അൻഹ റസൂലിനോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് വല്ലദി യസ്രിഖു വയസ്നി വയശ്റബുൽ ഖംർ വയഖാഫുല്ലാഹ്. അവർ വ്യഭിചരിക്കുന്നത് കൊണ്ടും മോഷ്ടിക്കുന്നത് കൊണ്ടൊക്കെയാണോ, അല്ലെങ്കിൽ കള്ളു കുടിക്കുന്നത് കൊണ്ടൊക്കെയാണോ അവർക്ക് ആ പേടിയുള്ളത്? സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ, ലാ യാ ബിൻത അബി ബക്കർ യാ ബിൻത സിദ്ദീഖ് വലാകിന്നഹു അല്ലദി യുസല്ലി വയസൂം വയതസദ്ദഖ് വഹുവ യഖാഫുല്ലാഹ്. വേറെ റിവായത്തിൽ ലാ യാ ബിൻത സിദ്ദീഖ് വലാകിന്നഹുമുൽ ലദീന യസൂമൂന വയുസല്ലൂന വയതസദ്ദഖൂൻ വഹും യഖാഫൂന അല്ലാ യുഖ്ബല മിൻഹും. അവർക്ക് അത് സ്വീകരിക്കുമെന്നുള്ള പേടിയാണ്. അവർ നിസ്കരിക്കും, നോമ്പെടുക്കും, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സദഖ കൊടുക്കും, അതിൻ്റെ കൂടെ തന്നെ അത് സ്വീകരിക്കില്ല എന്നുള്ള പേടി. അപ്പോൾ ഈ പേടിയും പ്രതീക്ഷയും എത്രത്തോളം ഉണ്ടോ അത് അവരുടെ ഇബാദത്തിനെ നന്നാക്കും. നമ്മൾ ഇബാദത്ത് ചെയ്താൽ അത് സ്വീകരിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥന മനസ്സ്. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം. ഇത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം അവർ കഅബ പുനർനിർമ്മിക്കുന്ന സമയത്ത് അത് ആ അമൽ ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ സ്വീകരിക്കണമേ എന്നുള്ള തേട്ടം അള്ളാഹുവിനോട് നടത്തി. അപ്പോൾ ഈ ഒരു ബേജാറുണ്ടാകണം, ഈ ഒരു പേടിയും പ്രതീക്ഷയും ഉണ്ടാകണം. അത് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പ്രതീക്ഷ, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പേടി അതുണ്ടാകണം. നമ്മൾ ഒരുപാട് കാലം നമ്മൾ അമൽ ചെയ്യുന്നു. അള്ളാഹു തആല നമ്മുടെ അമലുകൾ സ്വീകരിച്ചിട്ട് നമുക്ക് യാതൊരു ഉറപ്പുമില്ല, ഒരു ഉറപ്പുമില്ല. നമ്മളെങ്ങനെ അമൽ ചെയ്യുന്നു, നമ്മൾ അള്ളാഹു അത് സ്വീകരിക്കുന്നുണ്ട് എന്ന രൂപത്തിൽ അള്ളാഹു തആല മാത്രം അറിയുന്ന കാര്യമാണ് അള്ളാഹു തആല അത് സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത്. അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല, അന്നസ്തൈഖിന അന്നല്ലാഹ തഖബ്ബല മിന്നി സലാതൻ വാഹിദ അഹബ്ബു ഇലയ്യ മിനദ് ദുനിയ വമാ ഫീഹാ. എൻ്റെ ഒരു നിസ്കാരം അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഒരു ഉറപ്പ് കിട്ടലാണ് ഈ ദുനിയാവിലുള്ളതിനേക്കാളും എനിക്കിഷ്ടം. എൻ്റെ ഒരു നിസ്കാരം അള്ളാഹു കബൂലാക്കിയിട്ടുണ്ടോ എന്നറിയാൻ. ഇന്നല്ലാഹ യഖൂൽ, അല്ലാഹു പറയും, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അള്ളാഹു തഖ്വയുള്ള ആളുകളിൽ നിന്ന് മാത്രമേ അമലുകൾ സ്വീകരിക്കുള്ളൂ. ഈ ആയത്താണ് അദ്ദേഹത്തെ പേടിപ്പിച്ചത്. ഇതിൻ്റെ വിശദീകരണം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ ഓരോ അമൽ ചെയ്യുമ്പോഴും ആ അമലിൽ നമ്മൾക്ക് തഖ്വ ഉണ്ടെങ്കിൽ അള്ളാഹു സ്വീകരിക്കുള്ളൂ. അമലിൽ തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഖ്ലാസ് ഇത്തിബാ ഉണ്ടെങ്കിൽ ആ അമലിൽ നമുക്ക് തഖ്വ ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ, അപ്പോൾ അള്ളാഹു സ്വീകരിക്കുള്ളൂ. അപ്പോൾ പേടിയും പ്രതീക്ഷയും ഉണ്ടാവുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ അടുത്തൊരു കാര്യം,
നമ്മുടെ ഹൃദയ വിശുദ്ധി, ഹൃദയത്തിലുള്ള ഖുശൂ, ഹൃദയത്തിൻ്റെ വിശാലത, ഹൃദയ സാന്നിധ്യം, ഇതൊക്കെ എത്രത്തോളം നമ്മുടെ ഇബാദത്തിലുണ്ട് എന്നുള്ളത് ആ ഇബാദത്ത് നന്നാക്കാൻ സഹായിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ നിസ്കാരമാണെങ്കിൽ ഖുശൂ, ഭക്തി. അല്ലാഹു തആല ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. എത്രത്തോളം ഖുശൂ ഉണ്ട് നിസ്കാരത്തിൽ എത്രത്തോളം ഖുശൂ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ നിസ്കാരം നമ്മൾ നന്നാക്കിയിരിക്കും. നിസ്കാരത്തിൽ ഖുശൂ നിസ്കാരത്തിൻ്റെ റൂഹാണ്. അതേപോലെ തന്നെ ഇൻഷിറാഹു സദ്ർ എന്ന് പറയും, നമ്മുടെ മനസ്സിൻ്റെ വിശാലത. നമ്മൾ എത്രത്തോളം മനസ്സറിഞ്ഞിട്ടാണ് അത് ചെയ്യുന്നത്, മനസ്സിൽ എത്രത്തോളം തൃപ്തിപ്പെട്ട് വിശാല മനസ്സോട് കൂടിയിട്ടാണ് അത് ചെയ്യുന്നത്, അത് നമ്മുടെ അമലിനെ നന്നാക്കും. ഇപ്പം സദഖ കൊടുക്കുകയാണെങ്കിൽ അത് തൃപ്തിപ്പെട്ട് മനസ്സറിഞ്ഞുകൊണ്ട് മനസ്സിൽ സന്തോഷത്തോടുകൂടി കൊടുക്കണം. ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളാഹ് പറഞ്ഞത് കാണാം, അല്ലാഹു തആല വഅഖ്രിദുല്ലാഹ ഖർദൻ ഹസന, നിങ്ങൾ അള്ളാഹ്ക്ക് നല്ല രൂപത്തിൽ കടം കൊടുക്കുക. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞ് കടം കൊടുക്കുക എന്നുള്ളതാണ്. ഒരു കടം കൊടുക്കൽ അൽ ഖർദുൽ ഹസൻ, നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നത് ഖർദുൻ ഹസൻ ആകണമെങ്കിൽ, നല്ല കടം ആകണമെങ്കിൽ 5 കാര്യങ്ങൾ അതിലുണ്ടാകണമെന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞു. ഒന്ന്, ഇഖ്ലാസോട് കൂടിയിട്ടായിരിക്കണം ആ കൊടുക്കുന്നത്. 2, ഹലാലായ സമ്പാദ്യത്തിൽ നിന്ന് കൊടുക്കണം. 3-മത്തെ ഒരു കാര്യം, കൊടുക്കുന്ന വിഷയം ഒരു നല്ല കാര്യത്തിനായിരിക്കണം. ഒരാൾ ഇഖ്ലാസോടുകൂടി ഹലാലായ സമ്പാദ്യത്തിൽ നിന്ന് ഹറാമായൊരു കാര്യത്തിന് കൊടുത്താൽ അതെന്ത് ചെയ്യൂല? ഖർദുൻ ഹസനാകൂല. ഒരു ഗാനമേളക്ക് പിരിവ് കൊടുത്തു, അയാൾ ഇഖ്ലാസോടുകൂടി അയാൾ ഹലാലായി സമ്പാദ്യം കൊടുത്താൽ അത് ഖർദുൻ ഹസനാകൂല. കൊടുക്കുന്ന മേഖല ഏതാണോ അത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹു അനുവദിച്ച അല്ലെങ്കിൽ അള്ളാഹു ശറഅാക്കിയ കാര്യത്തിലായിരിക്കണം. മറ്റൊരു കാര്യമുള്ളത്, കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല? അത് എടുത്തു പറഞ്ഞ് ആർക്കാണോ നൽകിയത് അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അൽമൻ എന്ന് പറയും. അതിൽ പറഞ്ഞിട്ടുള്ള 5-മത്തെ ഒരു 5 കാര്യങ്ങളിൽ ഒന്നാണെന്ത്? നമ്മുടെ മനസ്സ് ആ സദഖ കൊടുക്കുമ്പോൾ മനസ്സ് ക്ലിയർ ആയിരിക്കണം, കുടുങ്ങിയിട്ട് കൊടുക്കുന്നതാകരുത്. ഇബ്നു തൈമിയ്യൊക്കെ പറയുന്നത്, ഇപ്പോൾ ഇസ്ലാമിക രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾക്ക് സക്കാത്ത് കൊടുക്കൽ വാജിബാണ്. അവരതൊരു ടാക്സ് അടക്കുന്നത് പോലെ കുടുങ്ങിയിട്ട് ഒരു നിർബന്ധ ദാനം, അത് കൊടുത്തിട്ടില്ലെങ്കിൽ പ്രയാസം ഉണ്ടാകും എന്ന് വിചാരിച്ചിട്ട് ആ രൂപത്തിലല്ല കൊടുക്കണം. ഇൻഷിറാഹു സദർ, നല്ല മനസ്സോടുകൂടി കൊടുക്കണം. അപ്പോൾ സദഖയുടെ കാര്യം അങ്ങനെ തന്നെ. അപ്പോൾ മനസ്സ് പ്രധാനമാണ്. നമ്മൾ ചെയ്യുന്ന ഇബാദ മനസ്സറിഞ്ഞുകൊണ്ട് വിശാല മനസ്സോടുകൂടി ചെയ്താൽ ആ ഇബാദത്ത് ശരിയാകും. മനസ്സിൻ്റെ സാന്നിധ്യം ഇബാദത്തിൽ പ്രധാനമാണ്. ഇപ്പോൾ സദഖയെക്കുറിച്ച്, മുനാഫിഖ് സദഖ കൊടുക്കുന്നതിനെക്കുറിച്ച് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. മുനാഫിഖുടെ കൂട്ടത്തിലെ ഗ്രാമീണ പ്രദേശത്ത് ജീവിക്കുന്ന അറാബികൾ, അവരെക്കുറിച്ച് അല്ലാഹു പറഞ്ഞു, വമിനൽ അറാബി മൻ യത്തഖിദു മാ യുൻഫിഖു മഗ്റമാ. അവർ, ഈ അറാബികളുടെ കൂട്ടത്തിലെ മുനാഫിഖുകൾ, അവർ സമ്പത്ത് ചെലവഴിക്കുന്നതിനെ അവർ നഷ്ടമായിട്ടാണ് മനസ്സിലാക്കുന്നത്. എന്തെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുത്താൽ അവർക്കതൊരു വലിയ കുറവാണ്, നഷ്ടമാണ്. ആ നിലക്കാണ് അവർ സദഖ കൊടുക്കുന്നത്. ഒരു നഷ്ടം സംഭവിച്ചിരിക്കും, അങ്ങനെയല്ല. സദഖ കൊടുക്കുമ്പോൾ മനസ്സറിഞ്ഞ്, മനസ്സ് വിശാലമായി അള്ളാഹുവിൻ്റെ അടുത്ത് എനിക്കതൊരു മുതൽക്കൂട്ടാണ് എന്ന രൂപത്തിൽ കൊടുക്കണം. അബ്ദുറഹ്മാൻ അസ്സഅദി റഹിമഹുല്ലാഹ് ഈ ആയത്തിൻ്റെ ഒരു ഫായിദയായി പറഞ്ഞത് കാണാം, വമിൻഹ അന്നഹു യൻബഗി ലിൽ മുഅ്മിനി അൻ യുഅദ്ദിയ മാ അലൈഹി മിനൽ ഹുഖൂഖ് മുൻശരിഹ الصدر മുത്മഇന്ന النفس വയഹ്രിസ അൻ തകൂന മഗ്നമൻ ലാ മഗ്റമ. അവൻ കൊടുക്കേണ്ട കാര്യങ്ങൾ അവൻ കൊടുത്ത് വീട്ടുമ്പോൾ അവൻ്റെ മനസ്സ് സമാധാനമുള്ളതായിരിക്കണം, ഏറ്റവും സന്തോഷത്തിൽ അത് കൊടുക്കണം. അവൻ ആഗ്രഹിക്കണം, ഇതെനിക്ക് നഷ്ടമല്ല, മറിച്ച് എന്താണ്? മഗ്നം, എനിക്കൊരു മുതൽക്കൂട്ടാണ്, നാളെ പരലോകത്ത് എനിക്കൊരു സേവിങ്സ് ആണ് എന്ന ചിന്താഗതിയിൽ കൊടുക്കണം.
ആ രൂപത്തിലായിരിക്കണം ഓരോ ഇബാദത്ത് ചെയ്യുമ്പോഴും ആ രൂപത്തിൽ നമ്മുടെ മനസ്സ് എങ്ങനെയാണോ എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ അല്ലാഹു തആല മുനാഫിഖിന്റെ നിസ്കാരത്തെ വലാ യഅ്തൂന സ്വലാത ഇല്ലാ വഹും കുസാല വലാ യുൻഫിഖൂന ഇല്ലാ വഹും കാരിഹൂൻ. അവർ മടിയന്മാരായിട്ടാണ് നിസ്കാരത്തേക്ക് വരിക. അവർ എന്തെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കുന്നുണ്ടെങ്കിലോ തൃപ്തിപ്പെട്ടിട്ടല്ല കൊടുക്കുക, കുടുങ്ങിയിട്ട് അല്ലെങ്കിൽ ഇഷ്ടമല്ലാതെ. അതല്ല. അബ്ദുറഹ്മാൻ അസ്സഅദി റഹിമഹുല്ലാഹ് പറഞ്ഞു, അപ്പോൾ നമ്മൾ നിസ്കാരം നിർവഹിക്കുമ്പോൾ അന്നഹു യംബഗി ലിൽ അബ്ദി അല്ലാ യഅതിയ സ്വലാത ഇല്ലാ ഹുവ നശീതുൽ ബദനി വൽ ഖൽബി ഇലൈഹാ. ഒരിക്കൽ നിസ്കാരത്തിലേക്ക് വരേണ്ടത് എങ്ങനെയാണ്? അവൻ്റെ മനസ്സും അവൻ്റെ ശരീരവും ഉന്മേഷത്തോടു കൂടിയിട്ടായിരിക്കണം. മനസ്സും ശരീരവും നല്ല ഉന്മേഷത്തിലായിരിക്കണം അവൻ നിസ്കാരത്തിന് വരേണ്ടത്. അപ്പോൾ നമ്മുടെ ഇബാദത്ത് നന്നാക്കണമെങ്കിൽ നമ്മുടെ മനസ്സും ശരീരവും എന്താണ്? അതിനുവേണ്ടി തയ്യാറായിട്ട് വരണം. വലാ യുൻഫിഖു ഇല്ലാ വഹുവ മുൻശരിഹു الصدر ثابت القلب يرجو ذخرها وثوابها من الله وحده ولا يتشبه بالمنافقين. അവൻ മനസ്സറിഞ്ഞുകൊണ്ടാണ്, ഹൃദയത്തിൽ തൃപ്തിപ്പെട്ടുകൊണ്ടായിരിക്കണം സമ്പത്ത് ചെലവഴിക്കേണ്ടത്. ഇതെനിക്ക് അള്ളാഹുവിൻ്റെ അടുത്തൊരു സേവിങ്സാണ്, അള്ളാഹുവിൻ്റെ അടുത്ത് പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. അല്ല മുനാഫിഖിനോട് സാദൃശ്യപ്പെട്ട് വെറുപ്പോട് കൂടിയിട്ടല്ല കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഇബാദത്ത് നന്നാക്കാൻ നമ്മുടെ മനസ്സിൻ്റെ സാന്നിധ്യം നിസ്കാരത്തിലാണെങ്കിൽ ആ നിസ്കാരത്തിലാണെന്ന ബോധത്തോടു കൂടി ഖുശൂഅോടുകൂടി നിർവഹിക്കുക. സമ്പത്ത് ചെലവഴിക്കണമെങ്കിൽ അതൊക്കെ ഏറ്റവും തൃപ്തിയോടുകൂടി ചെയ്യുക. ഏത് ഇബാദത്താണ് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ മനസ്സറിഞ്ഞ് മനസ്സിലൊരു സന്തോഷം ഉണ്ടാകണം. ഞാനൊരു ഇബാദത്താണ് ചെയ്യുന്നത്. ഒരാളെ സഹായിക്കാൻ അവസരം കിട്ടി, ചെറിയ സഹായമാകട്ടെ വലിയ സഹായമാകട്ടെ, ആ സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഞാനൊരു ഇബാദത്ത് ചെയ്യാൻ പോവുകയാണ്, സന്തോഷത്തിൽ ചെയ്യണം. അവൻ ഒന്ന് ചോദിച്ച് കുടുങ്ങി, അതുകൊണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ മോശമല്ലേ, അയാൾ അങ്ങനെയാണ്, നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ അയാൾ തെറ്റും. പല രൂപത്തിൽ ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെയല്ല ചെയ്യുന്നത് മനസ്സ് ശിറാഹു സദർ, നല്ല ഹൃദയ വിശുദ്ധിയോടുകൂടി ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ഒരാളെ സഹായിക്കാൻ അവസരം കിട്ടി, അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് മറ്റുള്ളവരെ സഹായിക്കുന്നതിൻ്റെ ശ്രേഷ്ഠതകൾ കടന്നു വരണം. എന്നിട്ട് സന്തോഷത്തോടുകൂടി അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുക. ചിലപ്പോൾ അയാൾ സഹായം ചെയ്തിട്ട് ഒന്ന് താങ്ക്സ് ഒന്നും കൂടി പറയാതെ എണീറ്റ് പോകും, ചിലപ്പോൾ അയാൾ മെയിൻ്റാക്കാതെ പോകും. നമ്മൾ സങ്കടപ്പെടേണ്ട, കാരണം നമ്മൾ ആർക്ക് വേണ്ടിയാണ് ചെയ്തത്? അള്ളാഹ്ക്ക് വേണ്ടിയാണ് ചെയ്തത്. അള്ളാഹ്ക്ക് വേണ്ടിയാണ് ചെയ്തതെങ്കിൽ അയാൾ നന്ദി പറഞ്ഞാലും നന്ദി പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾക്ക് എന്തില്ല, പ്രയാസമല്ല. ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാ ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ ഒരു അമൽ ചെയ്താൽ ഈ പറഞ്ഞ ബാക്കിയുള്ളതൊന്നും നമുക്കൊരു വിഷയമാകില്ല. ഇപ്പോൾ പണ്ഡിതന്മാർ പറയാറുണ്ട് സീലത്തുർ റഹീം, കുടുംബബന്ധം ചേർക്കുക. കുടുംബബന്ധം ചേർക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ചേർക്കാൻ പോകുന്ന കുടുംബക്കാരെ നമ്മളെ മെയിൻ്റാക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് നമ്മുടെ ബന്ധം ചേർക്കാൻ താല്പര്യം ഉണ്ടാകില്ല. പക്ഷെ നമ്മൾ വീണ്ടും വീണ്ടും കുടുംബബന്ധം ചേർക്കുന്നു, നമ്മൾ ബന്ധം ചേർക്കുന്നു, പക്ഷെ അവർ നമ്മളോട് വെറുപ്പിക്കുന്നു, നമ്മൾ വീണ്ടും ബന്ധം ചേർക്കുന്നു. എന്തുകൊണ്ട്? നമ്മൾ ഇബാദത്താണ് ചെയ്യുന്നത്. അയാൾ ഇങ്ങോട്ട് ബന്ധം ചേർക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. കാരണം സീലത്തുർ റഹീം എന്ന് പറഞ്ഞാൽ ഇബാദത്താണ്. ആ ഇബാദത്ത് നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. നമ്മൾ ബന്ധം ചേർക്കാൻ പോകുന്ന കുടുംബക്കാർ ഇങ്ങോട്ട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് എന്തല്ല നമ്മുടെ ശരി. കാരണം നമ്മൾ ഇങ്ങോട്ട് എങ്ങനെ പെരുമാറുന്നതനുസരിച്ച് അല്ല ശരി, മറിച്ച് നമ്മൾ ആ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. വല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി ഔനി അഖി. ഒരാൾ തൻ്റെ സഹോദരനെ സഹായിക്കുന്നിടത്തോളം കാലം അള്ളാഹുവിൻ്റെ സഹായം അവന് കിട്ടും. അപ്പോൾ നമുക്കൊരാളെ സഹായിക്കാൻ അവസരം കിട്ടിയാൽ ഈ ഹദീസ് നമ്മുടെ മനസ്സിൽ വരണം. ഞാൻ ഇയാളെ സഹായിച്ചാൽ എനിക്ക് അള്ളാഹിൻ്റെ സഹായം കിട്ടുക. ഇയാളൊന്നും തന്നിട്ടില്ലെങ്കിൽ നമുക്ക് നഷ്ടമല്ല. ഇയാളൊരു നന്ദി പോലും പറഞ്ഞു, ചിലപ്പോൾ അയാൾ ഒക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മളെ കുറ്റപ്പെടുത്തിയിട്ടായിരിക്കും പോവുക. പക്ഷെ നമുക്ക് ടെൻഷനാകേണ്ട കാര്യമില്ല. സ്വാഭാവികമായിട്ടൊരു ടെൻഷൻ ഉണ്ടാവും, പക്ഷെ അതിനപ്പുറത്ത് ടെൻഷനാകേണ്ട കാര്യം. കാരണം എന്താ? നമ്മളിത് ചെയ്ത ആർക്ക് വേണ്ടിയിട്ടാണ്? അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. ഇയാളെ സഹായിച്ചാൽ നമുക്ക് അള്ളാഹിൻ്റെ സഹായം കിട്ടുമെന്ന റസൂലിൻ്റെ ഹദീസിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ചെയ്യണത്. അപ്പോൾ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരുപാട് മാനസികമായ സുഖം നമുക്ക് കിട്ടുന്നത് സംശയം. അപ്പോൾ പറഞ്ഞു വരുന്നതിന് ചുരുക്കം നമ്മുടെ ഹൃദയ സാന്നിധ്യം വളരെ പ്രധാനമാണ്. അഞ്ചാമത്തെ ഒരു കാര്യം അൽ മുദാവമ, ഇബാദത്തുകൾ നന്നാക്കാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അൽ മുദാവമ.
പതിവായിട്ട് ചെയ്യാം. പതിവായിട്ട് ചെയ്യാം. ഏറ്റവും നല്ല ഇബാദത്ത്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇബാദത്ത് അത് പതിവായി ചെയ്യുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹബ്ബു അൽ അഅമാലി ഇലല്ലാഹ് അദ്വമുഹാ വഇൻ ഖല്ല, കുറച്ചാണെങ്കിലും പതിവായി ചെയ്യുക, അത് അള്ളാഹുവിന് ഇഷ്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമൽ, ആയിഷ റളിയല്ലാഹു കാന അമലുഹു ദീമ, റസൂലിൻ്റെ അമൽ പതിവായിട്ടുള്ളതായിരുന്നു. അപ്പം അത് വളരെ പ്രധാനമാണ്. അപ്പോൾ നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന ഇബാദത്തുകൾ നമ്മളെ കൊണ്ട് പറ്റുന്നത്രയാണ് അത് നമ്മൾ കറക്റ്റ് നമ്മൾ ചിട്ടപ്പെടുത്തുക. അത് നിർബന്ധമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ അതിൻ്റെ ഹക്കും നിർബന്ധം, അല്ലെങ്കിൽ ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ ഇബാദത്തുകളുണ്ട്. അത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യണം. അപ്പം ഖുർആൻ്റെ പാരായണം ഒരാൾ ഒരു ദിവസം ചൊല്ലിയിട്ടില്ലെങ്കിൽ കുറ്റം കിട്ടൊന്നുമില്ല. ദിക്റുല്ലാഹ്, അതേപോലെ തന്നെ തലബുൽ ഇൽം, ദീൻ പഠിക്കുക, രാത്രി നിസ്കാരം, സദഖ, ഇതൊക്കെ എല്ലാ ദിവസവും ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റം കിട്ടുന്നില്ല. പക്ഷേ വിശ്വാസി അയാൾക്ക് അയാളുടെ സ്ഥിരമായി ചെയ്യുന്നൊരു അമൽ ഉണ്ടാകണം, അമലുകൾ ഉണ്ടാകണം. അത് എന്നും ചെയ്യുക. അത് എത്ര നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്നത്. ഒരു ദിവസം ഒരുപാട് ചെയ്ത് പിറ്റേ ദിവസം തീരല്ല, അങ്ങനെയല്ല. നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിധി, നമ്മൾക്ക് നമ്മുടെ കഴിവും നമ്മുടെ സൗകര്യവും നമുക്ക് അറിയാം. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, പറ്റുന്ന ഒരു പരിധി നിശ്ചയിക്കുക, എന്നിട്ടത് പതിവായിട്ട് ചെയ്യുക. രാത്രി നിസ്കാരം ഒരു ചെറിയ അളവെങ്കിലും, ഒരു റക്അത്തെങ്കിലും ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ രാത്രിയുടെ അവസാന സമയത്തോ വിത്തർ, അതിലൊരു ഭാഗം നമുക്ക് ഉണ്ടാകുക. ഒരു പേജെങ്കിലും ഖുർആൻ ഓതുക, ചുരുങ്ങിയത്, അല്ലെങ്കിൽ നമുക്ക് എത്രയാണ് പറ്റുക അത്ര. അദ്കാർ പതിവായിട്ട് എല്ലാം, തലബുൽ ഇൽം പഠനത്തിന് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ നമ്മൾക്ക് എത്ര പറ്റുക ചെയ്യും. ഇത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമലാണ്. അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, നമ്മുടെ അമലുകൾ നന്നാകാൻ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണിത്. സ്ഥിരമായിട്ട് നമ്മുടെ അമലുകൾ കുറച്ചാണെങ്കിൽ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല രൂപത്തിലായിരിക്കും. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അബ്ദല്ലാഹ്, അബ്ദുല്ലാ ലാ തകുൻ മിസ്ല ഫുലാൻ, നീ ഒരാളെ പോലെ ആകരുത്. കാന യഖൂമുൽ ലൈൽ, അയാൾ രാത്രി നിസ്കരിക്കാറുണ്ടായിരുന്നു. സുമ്മ തറക ഖിയാമൽ ലൈൽ, പിന്നെ അയാൾ രാത്രി നിസ്കാരം ഉപേക്ഷിച്ചു. അങ്ങനത്തെ ഒരാളെ പോലെ നീ ആകരുത്. പഠനമാണെങ്കിൽ ഞാൻ മുമ്പ് പഠിച്ചിരുന്നു, ഇപ്പല്ല. മുമ്പൊക്കെ ഒരുപാട് സമയം പഠനത്തിന് വേണ്ടി മാറ്റിയിരുന്നു, ഇപ്പല്ല. അങ്ങനെ പറയൂ. അങ്ങനത്തെ അവസ്ഥ ഉണ്ടാകും. സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു മൻഹജ് യൗമി, ഡെയിലി നമ്മൾ ചെയ്യേണ്ട ഒരു കൃത്യമായൊരു പ്ലാൻ നമുക്കുണ്ടാകണം. അത് സ്ഥിരമായിട്ട് ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അമൽ കാന റസൂലുള്ളാഹി ഇദാ അമില അമൽ അസ്ബതഹു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്ഥിരമായിട്ട് ചെയ്യാൻ ശ്രമിക്കുമെന്ന്. അപ്പോൾ പ്രാർത്ഥന, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക. ചിലപ്പോൾ ചോദിച്ചെന്നെ വീണ്ടും ചോദിക്കണ്ടേ, നമ്മൾ നേരത്തെ വിശദമായിട്ട് ക്ലാസ് എടുത്തതാണ്. നമ്മൾ പ്രാർത്ഥിച്ചാലും ചിലപ്പോൾ ഉത്തരം കിട്ടണമെന്നില്ല, പെട്ടെന്ന് നമ്മൾ ചോദിച്ച അതേ കാര്യം കിട്ടണമെന്നില്ല. പക്ഷെ വീണ്ടും റബ്ബിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. സുബ്ഹാനല്ലാഹ്, ചില സലഫുകൾ പറഞ്ഞൊരു വാചകം, നമ്മൾ സലഫുകളുടെ ഖവാലുകൾ ഭയങ്കര നമുക്ക് ഉപകാരപ്പെടുന്ന ചില ഖവാലുകൾ ഉണ്ടാകും, വാക്കുകൾ. അതിൽ ഒരു സലഫ് പറഞ്ഞൊരു വാചകം, ഇന്നി അദ്ഉല്ലാഹ ഫി ഹാജ, ഒരു കാര്യത്തിന് വേണ്ടി അള്ളാഹുവിനോട് ഞാൻ ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. ശ്രദ്ധിക്കണം, ഒരു കാര്യത്തിനോട് അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. ചില കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് കിട്ടാതിരിക്കുമ്പോൾ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് മനസ്സിന് ഒരു സങ്കടം ഉണ്ടാവും, അല്ലെങ്കിൽ പ്രതീക്ഷ വിടാൻ പാടില്ല. നമ്മൾ നേരത്തെ മുമ്പ് ഒരു ക്ലാസ് കൂടെ എടുത്ത് ഓർമ്മയുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, സുബ്ഹാനല്ലാഹ്, ഒരു കാര്യം അള്ളാഹുവിനോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ഫൈദാ അഅതാനി ഇയ്യാഹ ഫരിഹ്തു മററതൻ, ഞാൻ ചോദിച്ച അതേ കാര്യം തന്നെ എനിക്ക് കിട്ടിയാൽ ഞാൻ ഒരു തവണ സന്തോഷിക്കും. ചോദിച്ചാൽ അതന്നെ കിട്ടിയാൽ ഒരു തവണ സന്തോഷിക്കും. വൈദാ ലം യുഅ്തിനി ഇയ്യാഹ, ഇനി അള്ളാഹു എനിക്കത് തന്നിട്ടില്ലെങ്കിൽ
ഫരിഹ്തു 10 മർറാത്ത്, ഞാൻ 10 തവണ സന്തോഷിക്കും. ചോദിച്ചത് കിട്ടിയാൽ 1 തവണ, ചോദിച്ചത് കിട്ടിയിട്ടില്ലെങ്കിലോ 10 തവണ ഞാൻ സന്തോഷിക്കും. കാരണം ലിഅന്നൽ ഊല ഇഖ്തിയാരി, ആദ്യത്തത് എൻ്റെ ചോയ്സാണ്, ഞാൻ ചോദിച്ചത് കിട്ടിയെന്നുള്ളതാണ്. വസാനിയ ഇഖ്തിയാറുല്ലാഹ്, രണ്ടാമത് അത് എനിക്ക് കിട്ടാത്തത് അള്ളാഹിൻ്റെ ഇഖ്തിയാറാണ്. അള്ളാഹിൻ്റെ ഇഖ്തിയാർ, അള്ളാഹ് എനിക്കിപ്പോൾ തരണ്ടാൻ തീരുമാനിച്ചുകൊണ്ടാണല്ലോ ഇപ്പോൾ തരാത്തത്. അത് ഞാൻ 10 പ്രാവശ്യം സന്തോഷിക്കും. ഞാൻ ചോദിച്ച ഉടനെ കിട്ടിയാലോ എനിക്ക് സന്തോഷമാണ്, പക്ഷേ അത് ഞാൻ ചോദിച്ചാൽ അങ്ങനെ തന്നെ കിട്ടി. ഞാൻ ചോദിച്ചിട്ട് കിട്ടാത്തത് എന്തുകൊണ്ടാണ്? അള്ളാഹ് എനിക്ക് ഇപ്പം നിശ്ചയിച്ചിട്ടില്ല, അള്ളാഹ് എനിക്ക് ഇപ്പം അത് നിശ്ചയിച്ചിട്ടില്ല. അപ്പം അള്ളാഹുവിൻ്റെ ആ ഇഖ്തിയാറിൽ ഞാൻ 10 തവണ സന്തോഷിക്കും എന്ന് പറഞ്ഞാണ്. അപ്പോൾ അതാണ്. അപ്പോൾ ആ രൂപത്തിൽ അള്ളാഹുവിനെ കുറിച്ച് നല്ലത് ചിന്തിക്കാനും ഒക്കെ പറ്റും. അപ്പോൾ പ്രാർത്ഥനയാണെങ്കിലും ദിക്റാണെങ്കിലും ഖുർആൻ്റെ പാരായണമാണെങ്കിലും പഠനമാണെങ്കിലും സദഖയാണെങ്കിലും രാത്രി നിസ്കാരമാണെങ്കിലും പതിവായിട്ട് നമുക്കൊരു ടൈം ടേബിൾ വേണം, അത് പതിവാക്കുക. പിന്നെ മൗസിമുൻ ഉഖ്റവി, നമ്മൾക്ക് കൂടുതൽ അമൽ ചെയ്യാനുള്ള മൗസിം വരും. അവിടെ ഏതൊക്കെ? റമദാൻ, അതേപോലെ തന്നെ ദുൽഹിജ്ജ, ആ സന്ദർഭത്തിലൊക്കെ നമ്മൾ കൂടുതൽ ചെയ്യും. അപ്പോൾ ഈ സ്ഥിരമായി ചെയ്യുന്നതിന് പുറമെ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നന്മയിൽ മുന്നേറണം. അത് ഇതിനെതിരല്ല. അതെന്താണ്? ആ സമയത്ത് ഇതിന് അങ്ങനത്തെ മൗസിമുൻ ഉഖ്റവി, നമുക്ക് പരലോകത്തേക്ക് കൂടുതൽ സമ്പാദിക്കാനുള്ള സീസണുകൾ ഉണ്ടാകും. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഈ മിനിമത്തും നിൽക്കരുത്, കൂടുതൽ ചെയ്യണം. അല്ലാത്ത സമയത്ത് എന്ത് ചെയ്യണം? ഈ പറഞ്ഞ ഉള്ളത് അത് നിലനിർത്താൻ പരിശ്രമിക്കുക. ആറാമത്തെ ഒരു കാര്യം ഇസ്തിആനതു ബില്ലാഹ്, അള്ളാഹുവിനോട് സഹായം ചോദിക്കുക എന്നുള്ളത്, റബ്ബിനോട് പ്രാർത്ഥിക്കുക. ഇപ്പോൾ നോക്കില്ലേ, നമ്മൾ ആദ്യം പറഞ്ഞ ഹദീസ് എന്താണ്? മുആദ് ബിനു ജബൽ റളിയല്ലാഹു അൻഹു റസൂലിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാണ്. ഈ പറഞ്ഞതൊക്കെ ഇബാദത്തുകൾ നന്നായി ചെയ്യാൻ വേണ്ടി അള്ളാഹിനോട് ചോദിക്കണം. ഏതൊരു പ്രശ്നത്തിനുമുള്ള ഒരു പരിഹാരം എന്താണ്? പ്രാർത്ഥനയാണ്. എനിക്ക് ഏറ്റവും നന്നായി ഇബാദത്ത് ചെയ്യണം. അതിന് ഈ പറഞ്ഞതൊക്കെ സഹായകമാണ്. അതിലൊന്നെന്താ? അള്ളാഹിനോട് പറയാം, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദത്ത്. റബ്ബിനോട് ചോദിക്കുക. നമ്മുടെ ഇബാദത്ത് നന്നാകണമെങ്കിൽ അത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. മറ്റൊരു കാര്യമുള്ളത്, അവസാനിപ്പിക്കാം, നമ്മളെ ബാങ്ക് കൊടുക്കാനായില്ല. മറ്റൊരു കാര്യമുള്ളത് അദാഉ കുല്ലി ഇബാദത്തിൻ ഫി വഖ്തിഹൽ മുനാസിബ്, ഓരോ ഇബാദത്തും അതിന് യോജിച്ച സമയത്തത് ചെയ്യാം. അതുകൂടി പറയാം. ഓരോ ഇബാദത്തും അതിന് യോജിച്ച സമയം ഉണ്ടാകും, ആ സമയത്ത് അത് ചെയ്യാം. ഇപ്പോൾ നിസ്കാരത്തിൻ്റെ സമയമായി പിന്നെ നമ്മൾ ചെയ്യേണ്ട ഇബാദത്ത് നിസ്കാരമാണ്. അതേപോലെ തന്നെ ഒരു വീട്ടിലേക്ക് ഒരു അതിഥി വന്നു, അപ്പം നമ്മൾ ചെയ്യേണ്ട ഇബാദത്ത് എന്താണ്? ആ അതിഥിയെ സൽക്കരിക്കുക. ആ ഇബാദത്തിന് പറ്റിയ സമയം ഏതാണ്? അവർ വരുമ്പോഴാണ്. നമ്മുടെ അടുത്തൊരാൾ രോഗിയായി, അവിടെ ആ രോഗിയെ പോയി സന്ദർശിക്കുക. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്കൊരു ആവശ്യം വന്നു, അപ്പം നമ്മൾ ചെയ്യേണ്ട ആ ഇബാദത്ത്, അവിടെ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് എന്താണ്? അയാൾക്കുള്ള ആവശ്യം നിറവേറ്റി കൊടുക്കുക. ബാങ്ക് കൊടുക്കുകയാണ്. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അവിടെ ഏറ്റവും യോജിച്ച ഇബാദത്ത് എന്താ? ആ ബാങ്കിന് ഇജാബത്ത് കൊടുക്കുക എന്നുള്ളതാണ്. ആ സമയത്ത് നമുക്ക് ഖുർആനോ അതാ ദിക്റല്ല അല്ലേ? പക്ഷെ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്? ബാങ്ക് കൊടുക്കുമ്പോൾ ആ ബാങ്കിന് ഓരോ ഇബാദത്തിനും അതിന് യോജിച്ച സമയത്ത് അത് നിർവഹിക്കാൻ ശ്രമിക്കുക. അപ്പം പണ്ഡിതന്മാർ പറയും, സലാം വീട്ടിയ ഉടനെ ഒരാൾ ബാക്ക് പോയിട്ട് ഖുർആൻ ഓതി, കുറ്റം കിട്ടൊന്നുമില്ല, ഖുർആൻ ഓതി ഇബാദത്താണ്. പക്ഷേ നിസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും അഫ്ദൽ എന്താണ്? നിസ്കാരത്തിന് ശേഷം വാരിതായി വന്ന ദിക്ർ ചൊല്ലലാണ്. മനസ്സിലായില്ല? ഖുർആൻ വേറെ സമയത്ത് ഓതാം. അപ്പം ഖുർആൻ ഓതൽ തെറ്റാണോ? അല്ല, തെറ്റല്ല. പക്ഷെ അതിൻ്റെ സമയം അപ്പം തീരും അല്ലേ? നിസ്കാരത്തിന് ശേഷമുള്ള ദിക്ർ ചൊല്ലേണ്ട സമയം കുറച്ച് നേരം ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ അത് തീർന്നു. അപ്പം ആ സമയത്ത് അത് ചെയ്യാം. ഓരോന്നിനും അതിൻ്റെ സമയം ഉണ്ടാവും. അപ്പം അത് രാത്രിയുടെ അവസാന സമയത്ത് നമ്മൾ എണീറ്റാൽ അബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, രാത്രി ആ സമയത്ത് കൂടുതൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രാർത്ഥന, ഇസ്തിഗ്ഫാർ. ഓരോ ഇബാദത്തിനും അത് നിർവഹിക്കാൻ യോജിച്ച സമയം ഉണ്ടാവും. ആ സമയത്ത് എന്ത് ചെയ്യാം? അത് ചെയ്യാം. അത് ഇബാദത്ത് നന്നാക്കാൻ സഹായകമാകുന്ന മറ്റൊരു കാര്യമായി പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞത് കാണാം.
അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം, നമ്മൾ ചെയ്യുന്ന അമലുകൾ ഏറ്റവും നന്നായി ചെയ്യുക, അതിന് സഹായകമാകുന്ന ചില കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ കുറച്ചു കാലം ഇവിടെ അധ്വാനിച്ചാൽ ഇൻഷാ അല്ലാഹ് മരണമില്ലാത്ത ജീവിതത്തിൽ നമുക്ക് ഏറ്റവും നല്ല രൂപത്തിൽ ജീവിക്കാൻ സാധിക്കും. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് പറഞ്ഞൊരു വാചകം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. യാ നഫ്സു തഅബി ഖലീലൻ, നഫ്സനി കുറച്ച് സമയം ക്ഷീണിക്കുക, കുറച്ച് സമയം നമ്മൾ അധ്വാനിക്കുക, എങ്കിൽ തസ്തരീഹി ഫിൽ ഫിർദൗസി കസീറ, നാളെ പരലോകത്ത് ഒരുപാട് സമയം റെസ്റ്റ് എടുക്കാൻ പറ്റും. നമ്മൾക്ക് നോക്കി, ഈ കൂട്ടത്തിലിരിക്കുന്ന കുറച്ച് ആളുകൾ, അവരുടെ ആയുസ് അല്ലേ എത്ര വലിയ സത്യമാണ്. സുബ്ഹാനല്ലാഹ്, ഞാനും നിങ്ങളൊക്കെ അത് ചിന്തിക്കുന്നത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് വിഷയം. നമ്മൾ ചിലപ്പോൾ ഇന്ന് രാത്രി ആയിരിക്കും മരിക്കുക, ചിലപ്പോൾ നാളെ രാവിലെ, ചിലപ്പോൾ നമുക്കിന്ന് മഗ്‌രിബ് നിസ്കരിക്കാൻ പറ്റില്ല. ചില ആളുകൾ, പണ്ഡിതന്മാരൊക്കെ പറയാറുള്ളത് പോലെ, ഞാൻ ഇന്ന് ഈ സൗബിൻ്റെ ബട്ടൺസ് ഇട്ട് ഞാനത് അയച്ചോളന്നില്ല. ഇത്രേ ഉള്ളൂ നമ്മളെ അവസ്ഥ. കുറച്ച് സമയം അത് വളരെ നല്ല രൂപത്തിൽ അല്ലേ ഇഖ്ലാസോടുകൂടി ഏറ്റവും ചെയ്യുന്ന ഇബാദത്തുകൾ നല്ല പെർഫെക്ഷനോടുകൂടി ചെയ്ത്, ഏത് സമയത്ത് മരണം വന്നാലും സ്വീകരിക്കാൻ പറ്റുന്ന രൂപത്തിൽ ചെയ്ത തെറ്റുകളൊക്കെ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് തൗബ ചെയ്ത്, നിരന്തരം തൗബ ചെയ്ത് അതിനുവേണ്ടി ഇങ്ങനെ ഒരുങ്ങി നിന്നാൽ കുറച്ച് കാലം, എത്ര മാക്സിമം പോയാൽ, ഇപ്പോൾ ഓരോരുത്തർക്ക് എത്ര വയസ്സായി, ബൈന സിത്തീന വസബഈൻ, 60-70 ഇടയിലാണ് ഒരു ശരാശരി. അവിടേക്ക് എത്ര ഉണ്ട്? കുറച്ചേ ഉണ്ടാവുള്ളൂ. പകുതി നമ്മൾ പിന്നിട്ടു, പലരും പകുതി പിന്നിട്ടു, അത്രയൊന്നും ഉണ്ടാവില്ല. ആ ഒരു കുറഞ്ഞ സമയം ബുദ്ധിപൂർവ്വം നമ്മൾ അമലൊക്കെ ചെയ്ത് നന്നായിട്ട് ജീവിച്ചാൽ തസ്തരീഹി ഫിൽ ഫിർദൗസി കസീറ, ഫിർദൗസുൽ അലയിൽ സ്വർഗത്തിൽ മരണമില്ലാത്ത കാലം റെസ്റ്റ് എടുക്കാം, ആശ്വസിച്ച് നല്ല സമാധാനത്തിൽ ജീവിക്കാം. ഇത് വളരെ സത്യമാണ്. അല്ലാഹു തആല ഈ രൂപത്തിൽ ചിന്തിച്ച് എല്ലാ സമയത്തും ഈ ചിന്ത മനസ്സിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം നമുക്ക് നല്ല രൂപത്തിൽ ചിട്ടപ്പെടുത്താൻ സാധിക്കും. ഈ ചിന്ത, ഈ ഒരു കണക്ഷൻ എപ്പോഴാണ് വിട്ടുപോകണം, അതിനനുസരിച്ചാണ് നമ്മൾ തിന്മയിലേക്ക് പോകുന്നതും നന്മയിൽ നിന്ന് അകലുന്നതും. അല്ലാഹു തആല നമ്മെല്ലാവരെയും ഈ ഒരു ചിന്തയോട്, നമ്മുടെ ഏറ്റവും വലിയ ചിന്ത പരലോകാകണം. ആ ഒരു പരലോക ചിന്തയിൽ ജീവിക്കാൻ, എന്ത് ചെയ്യുമ്പോഴും പരലോകത്ത് എനിക്ക് എന്ത് കിട്ടും, പരലോകത്ത് എനിക്ക് എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും, ഇത് ചിന്തിച്ചും ആലോചിച്ചും അതിനുവേണ്ടി പണിയെടുക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തആല നമ്മെല്ലാവരെയും അൽ ഫിർദൗസുൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.